ഭൗതിക വിദ്യാവാഹനം കൊള്ളാം എടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കെടോ. നീ അന്യ സ്ത്രീകളുമായി തനിക്കലബദ്ധമാ, ശൈത്താൻ്റെ മന്ത്രം കൊണ്ട് രണ്ടും ബന്ധമാ. പ്രതിമാസവും ഒരു 3 നോമ്പും നല്ലതാ, ദിനമൊക്കെയും നോമ്പുള്ള ഫലമതിനുള്ളതാ. ഇത് സയ്യിദുൽ കൗനൈനിൽ നിന്നുള്ളതാ, ബുസ്താനിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. നീ മീശ വെട്ടണം, താടിയും വളർത്തേണ്ടതാ എന്നും റസൂലുള്ളാഹി ആജ്ഞാപിച്ചതാ. സ്വർഗത്തിലില്ലാ താടി മീശകളൊന്നും, പ്രായം അതിൽ 33 പൊരുത്തം ഇലാഹിൽ നിന്നുമെന്നും കിട്ടുമേ. 20 മിനിറ്റ് നീ ചെലവ് ചെയ്താൽ പറ്റുമേ. റകഅത്ത് 2 നമസ്കരിക്കണം ളുഹ, അതിനുള്ള സമയം നല്ലതും ശംസുല്ലുഹ. നീ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആയത്തുൽ കുർസി 10 ഓതേണ്ടതാണ് ആദ്യത്തതിൽ. ഇഖ്ലാസ് സൂറത്തോതണം നീ 2-ലെ, അത് 10 വേണം ഫാത്തിഹായുടെ പിന്നിലെ. കഴിയുന്നതും ഈ വിത്ത് നീ വിതക്കേണ്ടതാ, എന്നാൽ ഹബീബേ മുത്ത് കൊയ്തെടുക്കുന്നതാ. അനസെന്നവർ ഇത് വ്യക്തമായി പറയുന്നതാ, ഇതുപോലെ തന്നെ മജാലിസിൽ കാണുന്നതാ. സാമർത്ഥ്യലബ്ധിക്കെന്തു മാർഗം സാഹിബി, വശംസി ഓതിക്കോ ഖുബൈലൽ മഗ്രിബി. അഭിമാനവും സൂക്ഷിക്കുമേ വല്ലൈലി, ഓതുന്ന പക്ഷം നീ ഖുബൈലൽ ലൈലി. ചേർത്തോത് റിസ്ഖിന് സൂറത്തുൽ ഇഖ്ലാസി, ഒഴിക്കേണ്ട റബ്ബിൽ ഫലക്കി റബ്ബിൻ നാസി. മരിക്കാതിരിക്കാൻ എന്തു മാർഗം ഉണ്ട്, ത്യജിക്കാതിരുന്നാൽ മാർഗവും അതിനുണ്ട്. ഓതേണ്ടതാണതിനായി ലഖദ് ജാ തൊട്ട്, അതിൻ്റെ ഇന്തിഹാവര സുബിഹിക്കും വൈകിട്ട്. ഇത് കേട്ടൊരാൾ വയസ്സ് 70 മുതൽ ഓതലായി, മരിക്കാതെയാൾ 120 ചെന്നെത്തലായി. ദിനമൊന്നതിൽ നബി ദൂതരെ സ്വപ്നത്തിലായി, കണ്ടപ്പോഴേ നബി തങ്ങളും പറയുന്നതായി, നീ നമ്മളെ തൊട്ടെത്ര കാലം ഓട്ടമായി. അത് കേട്ടൊടിച്ചോതൽ ഉടൻ മൗത്തെത്തലായി, ഓതുന്ന കാലം മരണമില്ലേ തീർച്ച. മറക്കുന്നതാ മൗത്തിൻ്റെ നാളിൻ നേർച്ച. ഖിബലക്കു നേരെ ഒരിക്കലും തുപ്പല്ലേ, അതബുള്ളതല്ലത് സോദരാ ചെയ്യല്ലേ. വിസ്താര നാളിൽ ഹാജരാക്കും മെയ്യേ, തിരുനെറ്റി മുഴുവൻ തുപ്പലാണയ്യേ.